കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബുവിന്റെ മാതാവും സഹോദരനും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ചെറാട് വാടകയ്ക്ക് താമസിക്കുന്ന മലമ്പുഴ സ്വദേശികളായ റഷീദ, മകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റഷീദയുടെ സഹോദരൻ പറഞ്ഞു. ഇവർക്ക് മാനസിക പ്രയാസങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഈ ബാബുവിൻ്റെ ആ മല കയറിയതിന് ശേഷമുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഇടയ്ക്ക് നിങ്ങൾ തന്നെ കണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ല. അതിൽ തന്നെ ഒരു ഉമ്മയും മകനൊക്കെ താഴെയുള്ള ഷാജിയും മാനസികപരമായിട്ട് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള പ്രയാസങ്ങളും മറ്റും കാര്യങ്ങളും അത് അവരെ മാനസികപരമായിട്ട് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. മറ്റു ജോലിക്ക് പോകുന്നവിടെയൊക്കെ ഇത് അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അത് നടന്നിട്ടുണ്ട്. അങ്ങനെ അവർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പിന്നെ അതുണ്ടായിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് ഈ സംഭവത്തെപ്പറ്റി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? നമുക്കറിയാം 45 മണിക്കൂറോളം കുറുമ്പാച്ചി മലയിടുക്കിൽ അകപ്പെട്ട ബാബുവിൻ്റെ നിസ്സഹായതയും വേദനയും ഒക്കെ മലയാളികൾ കണ്ടത് സത്യത്തിൽ ബാബുവിൻ്റെ അമ്മയിലൂടെയാണ്. അവർ ഈ മലയുടെ താഴെ ജലപാനമില്ലാതെ മണിക്കൂറുകൾ കാത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് അവരുടെ നിസ്സഹായതയും ഒക്കെ കണ്ടതാണ്. ബാബു തിരികെ വന്നപ്പോഴുള്ള അവരുടെ ആഹ്ലാദവും നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷമുള്ള ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ബാബു പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് പലയിടങ്ങളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരുന്നത് പലപ്പോഴും ഈ മാതാവും സഹോദരനുമായിരുന്നു. അതിലുള്ള വലിയ വിഷമം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇന്നലെയും ആ വീട്ടിൽ ഈ രണ്ട് സഹോദരങ്ങളും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ സഹോദരൻ തന്നെ പറയുന്നത്. ഇതേ തുടർന്നാണ് അവർ മലമ്പുഴയ്ക്കടുത്ത് വെച്ച് ട്രെയിനിന് മുന്നിൽ ചാടി, ചെന്നൈ മംഗലാപുരം മെയിലിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അവർ നേരത്തെ തന്നെ താൻ ജീവൻ എടുക്കുമെന്നുള്ള കാര്യം ബന്ധുക്കളടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്നുള്ളത് ഈ ആശുപത്രിക്ക് മുന്നിൽ, മോർച്ചറിക്ക് മുന്നിൽ പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ ഈ ചെറുപ്പക്കാരൻ ആശുപത്രിക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് കയർക്കുകയും ചെയ്തു. ഒരു തരത്തിലുള്ള കുറ്റബോധം ഒന്നുമില്ലാതെ ആശുപത്രിക്ക് മുന്നിൽ നിൽക്കുന്ന ബാബുവിനെയാണ് കണ്ടത്. എന്തായാലും മറ്റു നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.